കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്വന്തം മജീഷ്യനായ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയ്ക്ക് എന്തു പറ്റിയെന്നതാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ ഉറക്കെ ചോദിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പഴയ പ്രകടനത്തിലേക്ക് എത്താൻ താരത്തിന് ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. ഇവാൻ മുക്കമനോവിച്ചിന്റെ കീഴിൽ കളിച്ചുകൊണ്ടിരുന്ന ലൂണയല്ല ഇപ്പോൾ മിഗായൽ സ്റ്റാരോയുടെ കീഴിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ലൂണ. അത് നമുക്ക് കണക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തായാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് 8 മത്സരങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൽ ലൂണ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചത് 6 മത്സരങ്ങളിലാണ്. 6 മത്സരങ്ങളിൽ നിന്നും ഒരൊറ്റ അസിസ്റ്റ് മാത്രമാണ് ലൂണയ്ക്ക് നൽകാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഒരു ഗോൾ പോലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിൽ അടിക്കാൻ ലൂണയ്ക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ കഴിഞ്ഞ 3 സീസണുകളിലും ലൂണ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടിയിരുന്നു. എന്നാൽ ആ 3 സീസണുകളിലും മികച്ച പ്രകടനം ലൂണയ്ക്ക് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നടത്താൻ സാധിച്ചു. എന്നാൽ ഈ സീസണിൽ ഒറ്റ ഗോൾ പോലും അദ്ദേഹത്തിന് നേടാനായിട്ട് സാധിച്ചിട്ടില്ല. എന്തായാലും ഇവാൻ മുക്കമനോവിച്ചിന്റെ കീഴിൽ കളിച്ച ലൂണയല്ല മിഗായൽ സ്റ്റാറയുടെ കീഴിൽ കളിക്കുന്ന ലൂണ എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ നമുക്ക് പറയാൻ പറ്റില്ല. ലൂണ എപ്പോൾ വേണമെങ്കിലും അതിശക്തനായി തിരിച്ചു വരാൻ കെൽപ്പുള്ള ഒരു താരം തന്നെയാണ് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ. അതുകൊണ്ട് തന്നെ അഡ്രിയാൻ ലൂണ തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ലൂണയും കൂടി ഒന്ന് സെറ്റായ ബ്ലാസ്റ്റേഴ്സിന് മുന്നിട്ടെതിരെ അതിശക്തമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ലൂണയുടെ പഴയ ഫ്രീ കിക്കൊക്കെ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതുപോലത്തെ മികച്ച ഫ്രീ കിക്കുകളും അതുപോലെ തന്നെ മികച്ച ഷോട്ടുകളും മികച്ച ഗോളുകളും മികച്ച അസിസ്റ്റുമായി എന്തായാലും ലൂണ ശക്തമായി തന്നെ തിരികെ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ചെന്നൈയിൻ FC ആണ് നേരിടുന്നത്. എന്തായാലും ചെന്നൈയിൻ FCയോട് ഒരു മികച്ച വിജയം തന്നെ ബ്ലാസ്റ്റേഴ്സ് നേടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കൂടാതെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയും ഒരു മികച്ച തിരിച്ചുവരവ് നടത്തുമെന്ന് പ്രതീക്ഷിക്കാം.